ഒരു അടിപൊളി അധികം കയ്പില്ലാത്തൊരു പാവയ്ക്കത്തിയലായാലോ ഇന്ന്. ഒരു പാവയ്ക്ക, ഒരു 6-7 ചെറിയുള്ളി, 2 പച്ചമുളക് അരിഞ്ഞെടുക്കുക. ഇനി എണ്ണ ഒഴിച്ച് പാൻ ചൂടായിട്ട് അതിലിത് വഴറ്റിയെടുക്കണം. നമ്മൾ 1 മുറി തേങ്ങയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം തേങ്ങ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം തേങ്ങ വറക്കുമ്പോൾ അത് ഒരുപോലെ മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. 1 നുള്ള ഉലുവ കൂടി തേങ്ങയിൽ ചേർക്കണം. 2 ചെറിയുള്ളി കൂടി ചേർക്കുക. ഇനി ഈ തേങ്ങ ഇങ്ങനെ ഒരു നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിട വരെ മൂപ്പിച്ചെടുക്കണം. ഇനിയിപ്പോൾ പൊടികൾ ഇടാനുള്ള സമയമായി. ഞാൻ ഈ സ്പൂണിൻ്റെ അളവിലാണ് പറയുന്നത്. ഒരു 2 സ്പൂൺ മുളക് പൊടിയും ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടിയും ഇതിൽ ചേർക്കുക. 1 നുള്ള കായപ്പൊടി കൂടി ഇതിലേക്ക് ചേർക്കുക. ഇനി തേങ്ങ വറുത്തത് നല്ലതുപോലെ ആറിയ ശേഷം ഇതുപോലെ പേസ്റ്റായി അരച്ചെടുക്കുക. ഈ തേങ്ങ അരച്ചത് നമ്മുടെ പാവയ്ക്ക വഴറ്റിയ മിക്സിലേക്ക് ചേർക്കുക. ഇതിലേക്കൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിൽ അലിയിച്ചത് ചേർത്തെടുക്കണം. അതായത് സാമ്പാറിലൊക്കെ നമ്മൾ ചേർക്കുന്ന പുളിയാണ് ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത്. ഒരു 10-15 മിനിറ്റിന് അടച്ചു വെച്ച് വേവിക്കുക. വേവിച്ചതിന് ശേഷം കടുക് താളിക്കുക. അതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.